everyone, welcome to my new video. My name is Lija June. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടോപ്പിക്കാണ്. വേറൊന്നുമല്ല, നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സ്കില്ലുണ്ട്. അതിപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലോ, നിങ്ങളൊരു വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലോ, ഒരു ഹോം മേക്കർ ആണെങ്കിലോ, നിങ്ങൾക്ക് ഏത് പൊസിഷനിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ, നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. പക്ഷെ പലർക്കും ചില പ്രശ്നങ്ങൾ, സോഷ്യൽ ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ കാരണം ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്ന് കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഞാൻ സംസാരിക്കുന്നത് ഇറ്റ്സ് അബൌട്ട് സ്പീക്കിംഗ് സ്കിൽസിനെ പറ്റിയിട്ടാണ്. നമ്മളുടെ സ്പീക്കിംഗ് സ്കിൽസ് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. സ്പീക്കിംഗ് സ്കിൽസ് എന്ന് പറയുമ്പം അത് എല്ലാ മനുഷ്യർക്കും ഓരോ പോയിന്റ്, അവരുടെ ലൈഫിൽ ഓരോ പോയിന്റിലും ആവശ്യമുള്ളൊരു കാര്യമാണ്. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ കൊളീഗ്സിൻ്റെ അടുത്ത്, നിങ്ങളുടെ ബോസിൻ്റെ അടുത്ത്, നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത്, നിങ്ങളുടെ ഫാമിലിയിൽ എല്ലായിടത്തും നിങ്ങൾക്ക് ഈ ഒരു സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആളായിട്ട് മാറാൻ കഴിയും. ഇനി അതല്ല, ബെസ്റ്റ് ഒന്നും ആവണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാരുമായിട്ടുള്ള കോണ്ടാക്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും, നമ്മളെ ഗ്രോ ചെയ്യിക്കും. സോ അതിനെല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലാണ് ഈ ഒരു സ്പീക്കിംഗ് സ്കിൽസ്. ചില ആൾക്കാർക്ക് കുറച്ച് ആൾക്കാരെ കാണുമ്പം അവരോടൊന്ന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ചിലവർക്ക് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫില്ലിംഗ് വേർഡ്സ് പോലുള്ള സംഭവങ്ങൾ, അതായത് അത് പിന്നെ ഇങ്ങനെയൊക്കെ വെക്കുന്ന പ്രശ്നങ്ങളൊക്കെ കാരണം മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ബോറിംഗ് പേഴ്സണായിട്ട് തോന്നാറുണ്ട്. നമ്മളൊരു കാര്യം ഒരാളിനോട് കൺവേ ചെയ്യാൻ ഒരുങ്ങുമ്പം അവർക്കത് കേൾക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്തതുപോലെ നമുക്ക് തോന്നാറുണ്ട്. സോ അങ്ങനത്തെ ആ ഒരു സ്ഥിതിയെല്ലാം മാറ്റിവെച്ച് നമ്മുടെ സ്പീക്കിംഗ് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്ത് എല്ലാവരുടെയും മുന്നിൽ ഒരു അട്രാക്റ്റീവായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാളായിട്ട് മാറുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. പക്ഷേ നിസ്സാരമായിട്ട് നമുക്കത് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ, അല്ലെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കുറച്ച് ടിപ്സ് ഉപയോഗിച്ച് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിലാണ് അല്ല. അപ്പോൾ ഇവിടെ എല്ലാ കാര്യത്തിലും കോമ്പറ്റീഷനാണ്. സ്കൂളിലാണെങ്കിലും, വർക്ക് പ്ലേസിലാണെങ്കിലും, കോളേജിലാണെങ്കിലും, നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിലും, ഈവൻ ചില ഫാമിലിയിൽ പോലും കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ ഉള്ള ഒരു ലോകത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സ്കിൽസ് അത്യാവശ്യമാണ്. അതിൽ ഒന്നാണ് ഞാൻ ഈ പറയാൻ പോകുന്ന സ്പീക്കിംഗ് സ്കിൽസ് എന്ന് പറയുന്നത്. Improving speaking skills are essential for personal and professional success, and mastering this skill can open us numerous opportunities. നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഞാൻ പറഞ്ഞല്ലോ, തുറന്നു തരുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ഈ ഒരു സ്കില്ല് കുറച്ചും കൂടെയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക, കുറച്ചും കൂടെയൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് എടുക്കുക. ലെറ്റ്സ് ചെക്ക് ദിസ് പോയിന്റ്സ്. എന്തൊക്കെയാണ് ആ പോയിന്റ്സ് എന്ന് നമുക്കിനി ഒരുപാട് ലാഗ് അടുപ്പിക്കാതെ നേരെ പോയിന്റ്സിലേക്ക് കിടക്കാം. സ്പീക്കിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ള ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ജോയിൻ എ സ്പീക്കിംഗ് ക്ലബ് ഓർ എ ഗ്രൂപ്പ്. ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നുന്നു, അങ്ങനെയൊക്കെ ക്ലബ് ഉണ്ടോ, അങ്ങനെയൊക്കെ ഗ്രൂപ്പ് ഉണ്ടോ സ്പീക്കിംഗ് സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്? ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരുപാട് ക്ലബ്സ്, ഗ്രൂപ്പ്സും ഒക്കെ നമ്മളുടെ സൊസൈറ്റിയിൽ പലയിടത്തും ഉണ്ട്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനിയിപ്പം നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്ലബോ ഗ്രൂപ്പോ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ പോലെ തന്നെ സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ല് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അനുഭവിക്കുന്ന കുറച്ച് പേര് നിങ്ങൾക്ക് ചുറ്റും എന്തായാലും കാണും. അപ്പം നിങ്ങളുടെ വീടിനടുത്തുണ്ടാവാം, നിങ്ങളുടെ പഠിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തുണ്ടാവാം. സോ അങ്ങനെയുള്ള കുറച്ച് പേരെ കണ്ടുപിടിക്കുക. ഒരുപാടൊന്നും വേണ്ട, ഇവൻ ഒരാളെ കണ്ടുപിടിച്ചാൽ തന്നെ ധാരാളം. ഒരു 3, 4, 5 പേര്, ഒരുപാട് പേര് വേണ്ട. ഒരുപാട് പേരായി കഴിഞ്ഞാൽ മേ ബി അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ തന്നെ മാറിപ്പോവും, ഒരു ഡിസ്ട്രാക്ഷനിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കുറച്ച് പേരെ കണ്ടുപിടിച്ചിട്ട്, ഒന്നുകിൽ ദൂരെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്കൊരു ടൈമിംഗ് വെച്ചിട്ട് ആ സമയത്ത് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു സ്കിൽ ഇംപ്രൂവ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് സൂം മീറ്റിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വഴി നിങ്ങൾക്ക് ചെയ്യാം. ഇനി നേരിട്ട് കണ്ട് സംസാരിക്കാൻ അവസരമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക, എവിടെ വെച്ച് മീറ്റ് ചെയ്യാം, എത്ര മണിക്ക് മീറ്റ് ചെയ്യാം, ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ട് അക്കോർഡിംഗ്ലി അതിനനുസരിച്ച് നിങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക.
ഇപ്പം നിങ്ങളുടെ ലൈഫ് ഭയങ്കര ബിസിയാണ്, നിങ്ങൾ വളരെ ബിസി ഷെഡ്യൂളുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഇങ്ങനെ ഈ ഒരു മീറ്റിംഗ് ഒന്നും പറ്റത്തില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ആഴ്ചയിൽ 2 തവണയോ 3 തവണയൊക്കെ ചെയ്യുക. ഇനി അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ 3 തവണയൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ മീറ്റിംഗ്സ് ഒക്കെ ഒന്ന് കൂടാനോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഇതൊക്കെ ചെയ്ത് നിങ്ങളുടെ ഈ ഒരു സ്പീക്കിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലത്തെ സ്പീക്കിംഗ് ക്ലബിലോ ഗ്രൂപ്പിലോ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങളെ ട്രെയിൻ ചെയ്യും. അവിടെയുള്ള സീനിയർ മെമ്പേഴ്സ് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളോട് പറയും. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല, നിങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത്, ഫസ്റ്റ് ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ ശ്രമിക്കുക. എല്ലാവരും അതിൽ സംസാരിക്കണം. നിങ്ങൾ സംസാരിച്ച് നിങ്ങൾ അതിൽ ഫോൾട്ട് കണ്ടുപിടിക്കുക. മറ്റുള്ളവരുടെ സൈഡിലല്ല, നിങ്ങളുടെ തന്നെ സൈഡിൽ നിങ്ങൾ ആ ഡ്രോബാക്സ് എഴുതി വെക്കുക. എന്നിട്ട് അത് നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ അതുപോലെ തന്നെ പല ആൾക്കാരുടെയും ആ ഒരു മീറ്റിങ്ങിൽ വെച്ച് തന്നെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ടോക്കൊക്കെ കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് ഞാൻ ഒഴിവാക്കേണ്ടത്, എന്തൊക്കെയാണ് കുറച്ചും കൂടി ആഡ് ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾ ആ ഒരു ക്ലബിൽ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ പരസ്പരം എല്ലാവരും കൂടെ ഉള്ള ആ ഒരു കോപ്പറേഷൻ വഴി നിങ്ങളുടെ ആ ഒരു സ്പീക്കിംഗ് സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഒരാളിനെ പോലും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെന്ന് ചോദിച്ചോ, ഡോണ്ട് വറി, നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ കമ്പനി യൂസ് ചെയ്യാം. അതായത് നിങ്ങൾ നിങ്ങളുടെ മിററിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് സംസാരിക്കുക, ഓരോ ടോപ്പിക്ക് സംസാരിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എല്ലാ ദിവസവും പറ്റുന്നില്ല, നോ പ്രോബ്ലം, ഒരു 3 times in a week ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഒരു 2 times in a week, twice in a week ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ള ഫസ്റ്റ് പോയിന്റ്. സ്പീക്കിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സെക്കൻഡ് ടിപ്പാണ് പ്രാക്ടീസ് ഡെയിലി, പ്രാക്ടീസ് റെഗുലർലി. Consistent practice is a key to develop a good speaking skills. So allocate time daily to practice your speaking skills. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ക്ലബിലൊക്കെ ജോയിൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കുറച്ച് ഫ്രണ്ട്സിനെ വെച്ചൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇനി നിങ്ങൾ തനിയെ നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയാണ്. അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്തു, ഒരു ദിവസം ചെയ്തു, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതി, സമയമില്ല, എനിക്ക് വേറെ കാര്യമൊക്കെ ചെയ്യാനുണ്ട്, ഇങ്ങനെയൊക്കെ വിചാരിച്ചാൽ ഇതെന്ത് ചെയ്യും, പോസ്റ്റ്പോണ്ട് ആയിട്ട് ഇങ്ങനെ പോകും. നിങ്ങൾക്ക് ആ ഒരു ടച്ച് വിട്ടുപോകും, നിങ്ങളുടെ ഒരു ഇൻറ്റൻഷൻ തന്നെ നിങ്ങൾ മറന്നുപോകും. പിന്നീട് എപ്പോഴെങ്കിലും ഇതേപോലെ പബ്ലിക്കായിട്ടൊക്കെ സംസാരിക്കേണ്ടി വരുമ്പോഴാണ്, ഞാൻ അന്ന് സ്റ്റാർട്ട് ചെയ്തതാണല്ലോ, എനിക്കെല്ലാം പോയി എന്നൊക്കെ ഒരു ഫീല് വരും. സോ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഡെയിലി പ്രാക്ടീസ്. നിങ്ങൾ ഒത്തിരി ടൈമൊന്നും എടുക്കണ്ട. ഡെയിലി ബിഗിനിങ് ടൈമിൽ നിങ്ങൾക്ക് ഡെയിലി ഒരു 2 minutes എടുത്താൽ മതി, വെറും 2 minutes. ഇനി അത് നിങ്ങൾ കൂട്ടി വരിക, ആ 2 minutes ഒരു 5 minutes ആക്കുക, 10 minutes ആക്കുക. പിന്നെ നിങ്ങളുടെ ടൈമിൻ്റെ അവൈലബിലിറ്റി, നിങ്ങളുടെ ഫ്രീ ടൈം ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അതിനനുസരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഈ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നൊന്നും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ആ ഡെയിലി പ്രാക്ടീസിൻ്റെ പിന്നിൽ വേറൊരു സീക്രട്ട് ഉണ്ട്. അതായത് നമ്മൾ ഒരു കാര്യം കുറേ ദിവസം അടുപ്പിച്ച് ചെയ്തു, ഒരു ദിവസം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ത്വര കുറയും, നമ്മൾ അതിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് കുറവാണ്. സോ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ആ ഒരു ശീലത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതായത് ഈ പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ ഒരു റുട്ടീനാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് സ്റ്റേജിൽ, നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഫേസിൽ നമ്മളത് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്കിത് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഉറച്ച തീരുമാനത്തോടു കൂടി നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങളുടെ ഒരു റുട്ടീനായി ഒരു 1 month നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നെക്സ്റ്റ് ഫേസിലേക്ക് കടക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ അതൊരു ശീലമാക്കുക എന്നുള്ളതല്ല, അത് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് അതിൽ ഫോക്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നമോ മറ്റു ഡിസ്ട്രാക്ഷനോ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഒന്നും നിങ്ങൾക്കൊരു തടസ്സമായിട്ട് നിൽക്കാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാക്ടീസ് എന്ന് പറഞ്ഞത് ഒരു റുട്ടീനാക്കി മാറ്റുക. ഡെയിലി റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കൺസിസ്റ്റൻസി വിട്ടൊരു കളിയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ ഇതിലോട്ട് ഇറങ്ങുക. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് പോയിന്റ് ആണ് മാസ്റ്റർ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ?
വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. ഇനി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനകത്തിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ നമ്മളുടെ ഹാൻഡ് ഗെസ്റ്റേഴ്സ്, നമ്മുടെ ആക്ഷൻസ്, നമ്മളുടെ എക്സ്പ്രഷൻസ്, നമ്മളുടെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ്, നമ്മുടെ ഐ കോണ്ടാക്റ്റ്, കോൺഫിഡൻസ്, ഇതെല്ലാം വരുന്നതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പം നമുക്ക് നോക്കാം, ഒരാൾ നമ്മളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ അയാളുടെ വേർഡ്സിനപ്പുറം അയാൾ പറയാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അയാളുടെ എക്സ്പ്രഷൻസിൽ നിന്ന്, അല്ലെ, അയാളുടെ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന്, അയാളുടെ ഹാൻഡ് അല്ലെങ്കിൽ ഹാൻഡ് മൂവ്മെൻറ്റ്സ്, ആക്ഷൻസ്, ഹാൻഡ് ഗസ്റ്റേഴ്സിൽ നിന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഒരാളിനോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഹാൻഡ്സ് യൂസ് ചെയ്യാം. എന്ന് വെച്ച് ഭയങ്കര ആക്ഷൻ കാണിച്ച് അങ്ങനെ ഇങ്ങനെ ചെയ്യണമെന്നല്ല, ഒരു മിനിമം മോഡിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അതായത് നമ്മൾ ചുമ്മാ ഇരുന്ന് ഒരാളോട് ചെറുപറ എന്ന് പറയുന്നതിലും എത്രയോ നല്ലതാണ് നമ്മുടെ ബോഡി അതിനനുസരിച്ചൊന്ന് മൂവ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഹാൻഡ്സ്, നമ്മുടെ ഐസ്, നമ്മൾ പറയുന്ന ആ ഒരു കാര്യം കേൾക്കുന്ന ആൾക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ഐസിലൂടെ അത് കൺവേ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ്, അതിലൂടെ തന്നെ മനസ്സിലാക്കാം ഞാൻ കോൺഫിഡൻ്റ് ആണ്. സോ ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ ഗ്രൂപ്പിലുള്ള ഒരു ഡിസ്കഷൻ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി പ്രാക്ടീസ് വഴിയോ നിങ്ങൾക്ക് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് ടിപ്പ് അല്ലെങ്കിൽ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ വോക്കൽ വെറൈറ്റി. എന്താണ്? ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങൾ ഒരു ആങ്കർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിലോ നിങ്ങളുടെ ഓഫീസിലോ എവിടെയാണെന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് കോമ്പയറിങ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഹോസ്റ്റായിട്ട് നിൽക്കണം. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാനൊന്നും അറിയത്തില്ല എന്നുള്ളൊരു വിഷയമാണ്. ഇനി അതൊന്നും അല്ല, നിങ്ങൾ നോർമലായിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ മറ്റുള്ള മനുഷ്യരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വോക്കൽ വെറൈറ്റി ട്രൈ ചെയ്യുക. അതായത് നിങ്ങളുടെ വോയിസിൽ, നിങ്ങളുടെ സംസാരത്തിൽ പിച്ച്, വോളിയം ഇതെല്ലാം മാറ്റി മാറ്റി സംസാരിക്കുക. ഇപ്പം നിങ്ങളൊരു കാര്യം പറയുകയാണ്, അതിൻ്റെ സീരിയസ്നെസ്സിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ വോയിസ് കൂട്ടുക, കുറയ്ക്കുക, പിച്ച് കൂട്ടുക, കുറയ്ക്കുക, ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്യുക. നമ്മുടെ വോയിസ് മോഡുലേഷൻ അവിടെ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇതിനു വേണ്ടി നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. നിങ്ങളൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ കാര്യം നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് പറയുക. എന്നിട്ട് നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കുക. അപ്പം നിങ്ങൾക്ക് തോന്നും, പക്ഷേ അത് ശരിയായില്ല, അവിടെ കുറച്ചും കൂടി വോളിയം വേണമായിരുന്നു, അല്ലെങ്കിൽ അവിടെ കുറച്ചുകൂടെ പിച്ച് വേണമായിരുന്നു, അല്ലെങ്കിൽ അവിടെ കുറച്ച് സൈലൻ്റ് ആയിട്ട് വന്ന് ഇവിടെ സൗണ്ട് കൂട്ടണമായിരുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കും. അങ്ങനെ നമുക്ക് തന്നെ അതൊന്ന് വാലുവേറ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വോയിസ് മോഡുലേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം, ഒരു വോക്കൽ വെറൈറ്റിയൊക്കെ പല രീതിയിലും പല ആപ്ലിക്കേഷൻസും നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം വെച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് ടിപ്പാണ് ബിക്കം എ കീൻ ലിസണർ. അതായത് നമ്മളൊരു സ്പീക്കർ ആവുന്നതിന് മുൻപ് തന്നെ നമ്മളൊരു നല്ല ലിസണർ ആയിരിക്കണം എന്നർത്ഥം. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം, നിങ്ങളൊരു ബിഗിനറാണ്, ഒരു സംസാരത്തിലൂടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരാളാണെന്ന് വിചാരിച്ചു, ആങ്കറിങ് അല്ലെങ്കിൽ റേഡിയോ ജോക്കി, അല്ലെങ്കിൽ എന്ത് തരത്തിൽ നിങ്ങൾ വോയിസ് കൊണ്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഫ്രണ്ട്സിൽ തന്നെ ഒരുപാട് നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ കാണത്തില്ലേ, അവർ സംസാരിക്കുന്ന നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. അവരെങ്ങനെയൊക്കെയാണ് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവരുടെ ആ ഒരു ഹ്യൂമർ സെൻസ്, സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ അവരെങ്ങനെയാണ് പെരുമാറുന്നത്, സംസാരിക്കുന്നത്, അതുപോലെ കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ട അവസരങ്ങളിൽ എക്സൈറ്റ്മെൻ്റ് ഒക്കെ അവരെങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്, ഇതെല്ലാം നിങ്ങൾ കേട്ട് പഠിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി അങ്ങനെ ഒരാളിനെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഫിഗറിനെ കണ്ടുപിടിക്കുക. ഒരു പൊളിറ്റീഷ്യൻ ആവാം, ആക്ടർ ആവാം, ആങ്കർ ആവാം, അല്ലെങ്കിൽ ആരുമാകാം, ഒരു മീഡിയ പേഴ്സണാലിറ്റി ആവാം. അവരുടെ ഇൻ്റർവ്യൂസ്, അവരുടെ സ്പീച്ചസ് ഒക്കെ എടുത്ത് കേൾക്കുക. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും എങ്ങനെയാണ് ഒരു സിറ്റുവേഷനിൽ സംസാരിക്കേണ്ടത് എന്ന്. അതിപ്പം കോമഡി ആണെങ്കിലോ സീരിയസ് ആയിട്ടുള്ളതാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട അനുശോചനം മറ്റുമാണെങ്കിലോ, അല്ലെങ്കിൽ അഭിനന്ദനമാണെങ്കിലും എക്സൈറ്റ്മെൻ്റ് ആണെങ്കിലും ഫൺ ആണെങ്കിലും ഏത് മോഡിലാണെങ്കിലും സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് കേട്ട് പഠിക്കണം. അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന വേർഡ്സ് വേണമെങ്കിൽ നമുക്ക്
പഠിക്കാം. ഇപ്പം ചില ആൾക്കാർ തനി മലയാളത്തിൽ സംസാരിക്കേണ്ട അവസരത്തിൽ കയറി ഓവറായിട്ട് ഇംഗ്ലീഷും മലയാളവും മംഗ്ലീഷായിട്ട് പറയും. ചിലവർ ഇംഗ്ലീഷിൽ പറയേണ്ടടുത്ത് വേർഡ്സ് കിട്ടാതെ തപ്പിത്തടയുന്നവരുണ്ടാവും. സോ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഒരു ഇംഗ്ലീഷിൽ ഒരാൾ സംസാരിക്കുമ്പം അവരവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളാണ് ആ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ ഏത് വേർഡായിരിക്കും യൂസ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുക. അപ്പോൾ ഇതിൽ സ്റ്റാൻഡേർഡ് വേർഡ് ഏതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യേണ്ട വേർഡ്സ് പോലെ നമുക്ക് ഈ ഒരു ലിസണിങ്ങിലൂടെ മനസ്സിലാക്കാനും പഠിക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നിങ്ങൾ ഒരു സ്പീക്കർ ആവുന്നതിന് മുൻപ് നല്ലൊരു ലിസണർ ആവുക. ഇപ്പം നിങ്ങളുടെ ഫാമിലിയിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിൽ നിന്ന് പോലും ഇത് പഠിക്കാൻ പറ്റും. നിങ്ങളുടെ പാരൻസ് സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, അവരുടെ ആ ഒരു സ്ലാങ്, അതുപോലെ വോയിസ് മോഡുലേഷൻ, എക്സ്പ്രഷൻസ് ഒക്കെ എങ്ങനെ കൺവേ ചെയ്യുന്നു ഇത് പഠിക്കുക. അടുത്ത മറ്റൊരാൾ സംസാരിക്കുന്നത് പഠിക്കുക. അതുപോലെ തന്നെ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് ഏതാണോ അത് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുക. സ്പീക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് ടിപ്പാണ് ഡു ആക്ഷൻസ്. അതായത് ഇപ്പം നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തു, കുറച്ച് നാളൊക്കെ ആയിട്ട് നിങ്ങൾ സ്പീക്കിംഗ് സ്കിൽസിൽ എക്സ്പേർട്ട് ആവാൻ വേണ്ടി ട്രൈ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. ഇനി നിങ്ങൾക്ക് ചെറിയ ചെറിയ ആക്ഷൻസ് എടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളുടെ വീടിനടുത്തൊക്കെ എന്തെങ്കിലും ചെറിയ സെലിബ്രേഷനൊക്കെ നടക്കും. ഇപ്പോൾ ഓണം പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും കോമ്പറ്റീഷന്, പ്രസംഗ മത്സരത്തിനൊക്കെ ചേരാം. ചെറിയ ക്ലബ്ബൊക്കെ ആണെങ്കിൽ അത് ധാരാളം, കാരണം നിങ്ങൾക്ക് വലിയ പ്രശ്നം, സ്റ്റേജ് ഫിയറോ കാര്യമൊന്നും വരത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതുപോലെ ഇപ്പം ക്രിസ്ത്യൻസിനൊക്കെ ആണെങ്കിൽ പള്ളിയിലൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്. അതുപോലെ മുസ്ലിംസിനും അങ്ങനത്തെയൊക്കെ ഒരുപാട് വേദികളുണ്ട്. അതുപോലെ നിങ്ങളുടെ കോളേജിൽ, സ്കൂളിൽ ഒക്കെ ചെറിയ ചെറിയ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ വെച്ച് ചെറിയ ഗെറ്റ് ടുഗദേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ അവിടെ ഒരു കോമ്പയറിങ് ചെയ്യുന്നത് പോലെ ചുമ്മാ ഫണ്ണി ആയിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാം. ഈ ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ആവാം, അല്ലാതെ വലിയ സംഭവമൊന്നും ആവണമെന്നില്ല. സോ അങ്ങനെ ചെറിയ ചെറിയ പ്രോഗ്രാംസിനൊക്കെ നിങ്ങൾ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കിട്ടുന്ന അവസരങ്ങളെല്ലാം കൈ വീശി പിടിച്ച് അതിലെല്ലാം കയറാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ചെറിയ ചെറിയ ആക്ഷൻസ് എടുത്ത് മുന്നോട്ട് പോവുക. ഇനി കോമ്പറ്റീഷൻസ് ഒന്നും വേണ്ട, നോർമലായിട്ട് നിങ്ങൾക്ക് ശരി, ഇന്ന് ഞാനൊരു സ്ഥലത്ത് പോവാണ്, ഇവിടെ വെച്ച് ഞാൻ 2-3 പേരോട് സംസാരിച്ച് അവരെ നല്ലൊരു ഫ്രണ്ടാക്കി മാറ്റും എന്ന് വിചാരിച്ച് പോവുക. അവിടെ വെച്ച് നിങ്ങൾ കാണുന്ന ആൾക്കാരോട്, എന്ന് വെച്ചാൽ കണ്ണി കാണുന്നവരോടല്ല, നമ്മളെല്ലാം നോക്കണം, സിറ്റുവേഷനും കാര്യങ്ങളും എല്ലാം നോക്കണം. നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാനുള്ളൊരു അവസരം കിട്ടുകയാണെങ്കിൽ അത് നന്നായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്പീക്കിംഗ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 6ാമത്തെ പോയിന്റ്. നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. 6 ടിപ്സ് ഞാൻ ഇതിനോടകം പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് 7ാമത്തെ ടിപ്പാണ്. 7ാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ സീക്ക് ഫീഡ്ബാക്ക് ആൻഡ് കോച്ചിങ്. ഇതാണ് 7ാമത്തെ ടിപ്പ്. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതിൽ ലാസ്റ്റ് പറഞ്ഞത് നമ്മൾ ആക്ഷൻ എടുക്കുക. നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ അവിടെ സംസാരിക്കുക, എന്തെങ്കിലും വായിക്കാൻ കിട്ടുമ്പം വായിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുക. നമ്മുടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് താഴേക്ക് സ്റ്റേജിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരുമല്ലോ, ഇറങ്ങി വന്നിട്ട് അവിടെ ഇരിക്കുന്നവരോട് ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ സംസാരം. അപ്പം മോസ്റ്റ് ഓഫ് പീപ്പിൾ വിൽ സേ ഇറ്റ് വാസ് നൈസ്, ഇറ്റ് വാസ് ഗുഡ്, അങ്ങനെ പറയത്തുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആരുടെ അടുത്തെങ്കിലും ചോദിക്കാം, ജെനുവിൻ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് തരാൻ പറയാം. ഇനി അതല്ല, നിങ്ങൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പം അങ്ങനെ അതിന് വേണ്ടി ജഡ്ജ്മെൻറ്റിന് വേണ്ടി ഒരാളിനെ കൊണ്ടുപോവുക. അപ്പോൾ ആ ആൾ പറയുന്നത് പോസിറ്റീവായിട്ട് കേൾക്കുക, ഓപ്പൺ മൈൻഡോടെ കേൾക്കുക. അല്ലാതെ ആ ആളൊരു റിവ്യൂ പറയുമ്പം അവൻ എന്നോട് അങ്ങനെയാണല്ലോ പറഞ്ഞത്, അവൻ എന്നോട് കുശുമ്പായതുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞത്, എനിക്കറിയാം ഞാൻ നന്നായിട്ടാണ് സംസാരിച്ചത്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങളവിടെ നിങ്ങളുടെ ആക്ച്വലി ഇൻറ്റൻഷൻ ഡീവിയേറ്റ് ആയി പോവുകയാണ്. സോ എപ്പോഴും അവർ പറയുന്നത് ഓപ്പൺ ആയിട്ട് കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, അവരങ്ങനെ പറഞ്ഞെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ള ഉറച്ച മനസ്സോടുകൂടി ഫീഡ്ബാക്കൊക്കെ നേടുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആരെങ്കിലും ഇരുത്തിയിട്ട് നിങ്ങൾ സംസാരിക്കുക. ആ സംസാരിക്കുന്ന വേണമെങ്കിൽ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുകയും കൂടെ ചെയ്യുക. അതിന് നിങ്ങൾക്ക് തന്നെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ തന്നെ മറ്റൊരാളാണ് ആ സ്ക്രീനിലുള്ളത് എന്ന് കരുതി നിങ്ങൾക്ക് തന്നെ അതിനകത്തിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുണ്ടായിരുന്നത്. നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസ് എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിൻ്റെ ടിപ്സാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊന്നും ഒട്ടും മുതൽ മുടക്കില്ലാത്ത സിമ്പിളായിട്ട് വളരെ ചീപ്പായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ പറഞ്ഞ പോയിന്റ്സിനൊന്നും 10 പൈസയുടെ ചിലവ് വരുന്ന കാര്യങ്ങളല്ല.
അപ്പോൾ എന്തിനാണ് സ്പീക്കിംഗ് സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു. കാരണം നമുക്ക് ഈ ഭൂമിയിൽ ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ആവശ്യമുള്ള ഒരു സ്കില്ലാണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് ഒരു ഐലൻഡിലൊന്നും താമസിക്കുന്ന ആൾക്കാരല്ല. മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ബന്ധങ്ങൾ നമുക്ക് ആവശ്യമാണ്. റിലേഷൻഷിപ്പ് നമുക്ക് ജീവിക്കാൻ അത്യാവശ്യമാണ്. മനുഷ്യൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ബീയിങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പീക്കിംഗ് സ്കിൽസ് നമ്മുടെ മരണം വരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു ഏജിൽ നമ്മളത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനുവേണ്ടി കൂടുതൽ എഫേർട്ട് ഇടുക. നിങ്ങൾക്കതൊരു പ്രശ്നമാണെങ്കിൽ കൂടുതൽ എഫേർട്ട് ഇട്ട് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സാണ് പറഞ്ഞത്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ ദയവേത് കമൻറ്റ് ഇടുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. So thank you so much for watching my video. Take care. Bye.